Hi guys, welcome back to my channel Leenu Stocks. This is Leenu from Heavenly Handmade. അപ്പം നമ്മൾ ഇന്ന് ഒരു കാശ് മാലയാണ്, അതായത് ഒരു കാശിൻ്റെ ഒരു കോയിൻ വെച്ചിട്ടുള്ള മാലയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബോടെ ചെയ്തേക്കാൻ മറക്കല്ലേ. കാശുമാല എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ചെയ്തതെന്ന് വെച്ചാൽ ക്രിസ്റ്റലിൻ്റെ ബീഡ്സും പിന്നെ കാശിൻ്റെ കോയിൻ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പ്ലേറ്റഡിൻ്റെ വാങ്ങിക്കാം, അല്ലെങ്കിൽ നോർമൽ കാശിൻ്റെ കോയിൻ ആയാലും മതി. ഞാനിപ്പോൾ ഇവിടെ പ്ലേറ്റഡ് ടൈപ്പ് ആട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് കോറലിൻ്റെ ബീഡ്സ് ആട്ടോ എടുത്തിരിക്കുന്നത്. കോറലിൻ്റെ ബീഡ്സാണ്, റെഡ് ബീഡ്സാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ക്രിസ്റ്റലിൻ്റെ 4mm ക്രിസ്റ്റലിൻ്റെ ബീഡ്സ് കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കോറലിൻ്റെ ബീഡ്സിന് സ്റ്റാൻഡിന് കുറച്ച് റേറ്റ് കൂടുതലാട്ടോ. മീൻസ് ഒരു സ്റ്റാൻഡിന് തന്നെ ഏകദേശം ഒരു 500 സംതിങ് എങ്കിലും റേറ്റ് വരും. അതിനകത്ത് തന്നെ വളരെ കുറച്ച് ബീഡ്സ് മാത്രമേ അതിനുള്ളൂ. കോറലും വാട്ടർ പേളും ഒക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള ബീഡ്സാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ റെഡ് ക്രിസ്റ്റൽ ബീഡ്സ്, ഒപ്പേക്കിൻ്റെ ക്രിസ്റ്റൽ ബീഡ്സ് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വെച്ച് വേണേലും ചെയ്യാം. കോറൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് നോർമലി ഒരു നെക്ക് ചെയിനാണ്. വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഡിസൈനാട്ടോ ഇത്. അപ്പം നമുക്കിത് വേണമെങ്കിൽ ചെറിയ ക്രിസ്റ്റലിൻ്റെ ബീഡ്സോ അല്ലെങ്കിൽ ഹൈഡ്രോ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് 2 സ്ട്രാൻഡായിട്ടൊക്കെ കീപ്പ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാനിവിടെ ആദ്യം 2 സ്ട്രാൻഡിൽ ചെയ്യാൻ വേണ്ടി നോക്കി, പക്ഷേ ക്രിസ്റ്റലിൻ്റെ ആ ഒരു സൈസ് കൂടുതലായതുകൊണ്ട് ഞാൻ പിന്നെ ഒറ്റ സ്ട്രാൻഡിൽ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ ഡിസൈൻസ്, ഓരോ പാറ്റേൺസ് നിങ്ങളെ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മളിവിടെ വാട്ടർ പേളും ക്രിസ്റ്റലും അതുപോലെ തന്നെ കോറലിൻ്റെ ബീഡ്സും പിന്നെ പ്ലേറ്റഡ് ആയിട്ടുള്ള കാശിൻ്റെ കോയിനുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പ്ലേറ്റഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഗ്യാരൻറ്റി പറയാനായിട്ട് പറ്റും. മറ്റേതാകുമ്പോൾ നമുക്കങ്ങനെ പറയാനായിട്ട് ഗ്യാരൻറ്റി പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ചിലരൊക്കെ ആണെങ്കിൽ അത് ഒറിജിനൽ ഗോൾഡിൽ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാം. ഒറിജിനൽ ഗോൾഡിൻ്റെ കോയിൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് വേണമെങ്കിലും നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഈ ഒരു പാറ്റേണിലാണ് ചെയ്യുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് അത് വീഡിയോ കണ്ടിട്ട് അത് നോക്കുക. ഗിയർ ലോക്കൊക്കെ ഇടാൻ ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ആദ്യമേ തന്നെ ഒരു 10, 12, 13 ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ടിട്ട് ജസ്റ്റ് ഒരു വാട്ടർ പേളും കോറലിൻ്റെ ബീഡും വാട്ടർ പേളോട് ഇട്ടിട്ട് പിന്നെ ഒരു 10, 12, 13 ക്രിസ്റ്റലിൻ്റെ ബീഡ്സ് ഇട്ടിട്ട് അതുപോലെ തന്നെ ആ ഒരു പാറ്റേൺ നമ്മളങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. പിന്നെ ലോക്കറ്റ് ഇടുന്നു, അത് മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഓൺലൈൻ സ്റ്റോറുകളൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡിസൈനാട്ടോ ഇത്. ജസ്റ്റ് എണ്ണി നോക്കുകയാണ് എത്ര എണ്ണമൊക്കെ അത് നമ്മൾ കറക്റ്റായിട്ട് എണ്ണി നോക്കണം. ഒരെണ്ണം പോലും നമ്മളത് കൂട്ടിയോ കുറഞ്ഞോ ഒന്നും ഇരിക്കാനായിട്ട് പാടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അത് നമുക്ക് കറക്റ്റായിട്ടത് അറിയാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബീഡ് കൂടുതലായിട്ടോ കുറഞ്ഞതായിട്ടോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അറിയാനായിട്ട് പറ്റും. പിന്നെ ബീഡ്സ് ആണെങ്കിൽ നമ്മളിവിടെ അത്യാവശ്യം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലേറ്റഡിൻ്റെ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ആ ഒരു ലൈറ്റ് കറക്റ്റ് അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഫോണിൻ്റെ ആ ഒരു ലൈറ്റ് ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ പാറ്റേൺസൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്വന്തമായിട്ട് പേജൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ലോഗോസൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ChatGPT, ജെമിനി ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അതിനകത്തൊക്കെ വേണമെങ്കിൽ ലോഗോയും അതുപോലെ തന്നെ പേജും ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, സെയിലൊക്കെ എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് ഐഡിയാസൊക്കെ അതിനകത്ത് നിന്ന് കിട്ടും. അപ്പം എല്ലാം നമ്മൾ തന്നെത്താനെ ചെയ്തെങ്കിലേ കാര്യമുള്ളൂ. വേറൊരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. നമുക്കെപ്പോഴും നമ്മൾ ചെറിയൊരു എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ആദ്യമേ തന്നെ ഒരു പാറ്റേണിലുള്ളൊരു ഡിസൈൻ ഇടുക. അതിൻ്റെ ആ ഒരു ചിലപ്പോൾ ആദ്യമൊന്നും നമുക്ക് അങ്ങനെ ഓർഡറൊന്നും കിട്ടാൻ ചാൻസ് ഒന്നുമില്ല. നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ഇട്ടിട്ടാണ് അതിൻ്റെ ആ ഒരു അൽഗോരിതം വർക്ക് ആകുമ്പോഴാണ് നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അപ്പുറത്ത് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഇപ്പുറത്തും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗോൾഡൻ ബീഡ് ഇട്ടു, ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം റോ മെറ്റീരിയൽസ് കിട്ടാൻ അത്ര വലിയ പാടൊന്നുമില്ല കേട്ടോ. ഒരുപാട് വെളിയിലുള്ള ഒരുപാട് സ്റ്റോർസും ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് കേരളയിൽ ഒരുപാട് സ്റ്റോർസ് ഉണ്ട്. റേറ്റ് കുറഞ്ഞതും റേറ്റ് കൂടുതലായിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു ബഡ്ജറ്റ് റേഞ്ച് അനുസരിച്ച് വാങ്ങിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഏകദേശം ഈ ഒരു മാലയാട്ടോ. ഞാൻ വേറൊരു മാല 2 ലെയർ മാല ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, പക്ഷെ ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു മാലയാട്ടോ ചെയ്തത്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബായ്.